ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉറുമാമ്പഴം വെച്ചിട്ടുള്ള ഒരു ബർഫിയാണ്. നിങ്ങൾക്കിതിനെ ബർഫി എന്നോ ഹൽവ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ആദ്യം തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഹൽവ തയ്യാറാക്കാനായി ആവശ്യമായിട്ടുള്ളൂ. ഞാനിവിടെ 4 ഉറുമാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരു മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജ്യൂസാക്കി എടുക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ഒന്നിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ 2 തവണയായിട്ടോ ജ്യൂസാക്കി എടുക്കാം. ഞാനിതൊക്കെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പൊമഗ്രാനേറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എത്രയുണ്ടെന്ന് അളന്ന് നോക്കാം. ഇതിപ്പോൾ 2.25 കപ്പോളം ജ്യൂസ് ഉണ്ട്. ഇതിനനുസരിച്ചിട്ട് വേണം ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു 1/4 കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസിൽ നിന്ന് കുറച്ച് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലോട്ടേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് കോൺഫ്ലോറോളം ചേർക്കാം. നിങ്ങളുടെ ഹൽവയുടെ കട്ടിക്കനുസരിച്ച് വേണം നിങ്ങൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിത് ബാക്കിയുള്ള പൊമഗ്രാനേറ്റ് ജ്യൂസിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഈ സമയത്ത് പഞ്ചസാര കുറവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓൺ ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം ഇത് നന്നായി കട്ടിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും ഈ ഹൽവയ്ക്ക്. ഇനി നമുക്ക് തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടി നന്നായി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ബദാമിൻ്റെ സ്ലൈസസും ആണ്. വേണമെങ്കിൽ ഈ കശുവണ്ടിയും മുന്തിരിയും ഒക്കെ നെയ്യിൽ ചെറുങ്ങനെ വാട്ടിയിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം റോസ് എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും ഹൽവയ്ക്ക്. നല്ലൊരു പർപ്പിൾ കളറാണ് ഈ ബർഫിക്കുള്ളത്. ഒരു കളറും ചേർക്കാതെ തന്നെ ഇത് വളരെ കളർഫുള്ളാണ്. ഇതിപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്ലാസ് പാത്രത്തിൽ അല്പം നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് കുറച്ച് തണുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഒക്കെ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്പാറ്റുലയിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. നിങ്ങൾക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് ഇത് ആവശ്യമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. എനിക്ക് ബർഫിയിൽ ചെറിയൊരു പുളിപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നല്ല മധുരമുള്ള ഉറുമാമ്പഴം തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.